നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. വിവിധ ഭാഷകളിലുള്ള ഈ ഷോ മലയാളത്തിലും ഇതുവരെയും 7 സീസണുകളാണ് ബിഗ് ബോസിന്റേതായി മലയാളത്തിൽ വന്നിരിക്കുന്നത്. അടുത്ത സീസൺ വരാൻ പോവുകയാണെന്ന അഭ്യൂഹങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. ഷോയിലൂടെ പ്രേക്ഷകപ്രിയം നേടിയ ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. അതിൽ ഒരാളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിഗ് ബോസ് മലയാളം സീസൺ 4ലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഡോക്ടറുമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഷോയിൽ വലിയ ജനപ്രീതി നേടിയിരുന്നുവെങ്കിലും സഹമത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് 69ാമത്തെ ദിവസം അദ്ദേഹം ഷോയിൽ നിന്നും പുറത്താക്കപ്പെടുകയായിരുന്നു. ഒറ്റ ഷോയിലൂടെ റോബിന്റെ ജീവിതമാകെ മാറി മറിയുകയും അതിനോടകം തന്നെ പേരും പ്രശസ്തിയും അദ്ദേഹം നേടിയെടുക്കുകയുമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം റോബിൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ച ശേഷമാണ് താരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറ മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയത്. പക്ഷെ പരാജയപ്പെടുകയായിരുന്നു. പണ്ട് മുതൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന ആഗ്രഹം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും റോബിൻ പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴിതാ താരത്തിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അമ്മ ബീനയ്ക്കൊപ്പമുള്ള ഓർമ്മകൾ കോർത്തിണക്കിയതായിരുന്നു റീല്. അമ്മ എന്ന് എഴുതി നിറ കണ്ണുകളോടെയുള്ള ഇമോജിയായിരുന്നു താരം ഇതിന് ക്യാപ്ഷനായി നൽകിയിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അമ്മ അസുഖബാധിതയാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. റോബിൻ പോസ്റ്റുകൾ ഇടുമ്പോൾ ആരാധകർ അമ്മയെക്കുറിച്ചും അമ്മയുടെ അസുഖത്തെക്കുറിച്ചുമെല്ലാം ചോദിക്കാറുമുണ്ട്. എന്നാൽ എന്താണ് അസുഖമെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പുതിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ആരാധകരെല്ലാം പരിഭ്രാന്തിയിലായി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന സംശയത്തിലും എത്തിയിട്ടുണ്ട്. അസുഖം വഷളായോ എന്നാണ് ഏവരുടെയും ആശങ്ക. പലരും അത് കമന്റിലൂടെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ബീനാമ്മയുടെ ഹെൽത്ത് ഓക്കെ ആണോ? അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? അമ്മയ്ക്ക് എല്ലാ പ്രാർത്ഥനകളും. ഈ പ്രതിസന്ധി മറികടന്ന് നിങ്ങളുടെ ജീവിതത്തിലെ നിറപുഞ്ചിരിയായി അമ്മ വരും. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് എന്നിങ്ങനെ നീളുന്നു കമന്റ് ബോക്സ് മുഴുവൻ. റോബിന്റെ ഭാര്യ ഫാഷൻ ഡിസൈനറും മോഡലുമായ ആരതി പൊടിയും റോബിനെ ആശ്വസിപ്പിച്ച് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ വെച്ച് റോബിനെ കണ്ടിരുന്നുവെന്നും ചില ആരാധകർ ഇതിന് താഴെയായി കുറിക്കുന്നുണ്ട്. അഭിമുഖങ്ങളിൽ ഒന്നും പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും റോബിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആരാധകർക്ക് ബീനയെ സുപരിചിതയാണ്. ഇടതൂർന്ന നീളൻ മുടി പിന്നീട്ട് ശാലീന സുന്ദരിയായി നിറ ചിരിയോട് നിൽക്കുന്ന അമ്മയുടെ ചിത്രങ്ങൾ റോബിൻ മുൻപും പങ്കുവെക്കാറുണ്ട്. തിരുവനന്തപുരത്താണ് റോബിന്റെ സ്ഥലം. അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്നതാണ് കുടുംബം. അനിയത്തിയുടെ വിവാഹശേഷമാണ് ആരതിയുമായുള്ള റോബിന്റെ വിവാഹം നടന്നത്. 1989-ലായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും വിവാഹം. അവരുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു എന്റെ ജനനം. അമ്മയുടെ അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മയുടെ അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. 3 പെൺകുട്ടികളായിരുന്നു അമ്മയും സഹോദരിമാരും. അതുകൊണ്ട് തന്നെ അമ്മയുടെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു വളർത്തിയിരുന്നത്. അമ്മ നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു. 18ാമത്തെ വയസ്സിലായിരുന്നു അമ്മയുടെ വിവാഹം. അമ്മയെ ആദ്യമായി പെണ്ണ് കാണാൻ വന്നത് അച്ഛനായിരുന്നു. അദ്ദേഹത്തെ തന്നെ അമ്മ വിവാഹം ചെയ്തു എന്നാണ് മാതാപിതാക്കളെ കുറിച്ച് സംസാരിക്കവേ റോബിൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞ് 1 വർഷത്തിലേറെ റോബിൻ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഉദ്ഘാടന വേദികളിലും ബിഗ് ബോസ് ഷോകളിലും പോലെ തന്നെ പലപ്പോഴും ലൗഡായ റോബിനെയാണ് പ്രേക്ഷകർ കണ്ടിരുന്നത്. ബിഗ് ബോസിന് ശേഷം 146 ഉദ്ഘാടനങ്ങളാണ് റോബിൻ ചെയ്തിട്ടുള്ളത്. 20 മിനിറ്റിന് 3 ലക്ഷം രൂപയാണ് റോബിൻ ഇതിനായിട്ട് വാങ്ങിയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ മുഴുവൻ. ബിഗ് ബോസ് കാരണമാണ് തന്റെ ജീവിത സഖിയായ ആരതി പൊടിയെ റോബിൻ രാധാകൃഷ്ണൻ ലഭിക്കുന്നതെന്നും പറയുന്നുണ്ട് താരം. നടിയും ബിസിനസ്സുകാരിയുമായ ആരതിയും മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ്. വിവാഹം കഴിഞ്ഞ് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു കണ്ടന്റും യൂട്യൂബിലൂടെ പ്രചരിക്കുകയുണ്ടായി. ഇതിനോട് പ്രതികരിച്ച് റോബിൻ രാധാകൃഷ്ണൻ രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു. ഞങ്ങൾ വിവാഹമോചിതരായോ എന്നോ? കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇതിനു മുൻപേ പിരിക്കാൻ നോക്കുന്നു. വേറെ ഏതോ വീഡിയോയിൽ ഞങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചതാണെന്നും കഴിഞ്ഞ 3 വർഷം എനിക്കും എല്ലാ പിന്തുണയും നൽകി എന്റെ വൈഫ് ഒപ്പമുണ്ടെന്നും താരം പറയുന്നുണ്ട്. നിരവധി ഘട്ടങ്ങളിൽ ഭീഷണികളിലും പ്രശ്നങ്ങളിലും ഒക്കെ സംഭവിച്ചപ്പോഴും എന്റെ ശക്തിയായി അവൾ കൂടെ നിന്നിരുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നാണ് റോബിൻ രാധാകൃഷ്ണൻ അന്ന് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നത്.